ഹായ് ഹലോ. ഇന്ന് ഞങ്ങൾ എന്ത് ഡിഷ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ? ചിക്കൻ കറി. ചിക്കൻ കറിയാണ് ഗൈസ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത്. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ആവശ്യമുള്ള ഇഞ്ചി, ഇതെന്തുവാ? ഇഞ്ചി, സവാള അതെല്ലാം ഇനി സെറ്റ് ആക്കണം. അപ്പം യൂട്യൂബ് വീഡിയോ കണ്ടുണ്ടാക്കുവാണ്. ഞാൻ ഉണ്ടാക്കാൻ പോണത്. എനിക്ക് കാല് മതി. ഓക്കെ. ദക്ഷിണയ്ക്ക് ലെഗ് പീസ് ചൂടല്ലേ? ഇരിക്കാൻ വയ്യാതെ ഫാനൊന്നും വയ്ക്കാൻ വേണ്ട വേണ്ട വയ്ക്കാൻ സ്ഥലമൊന്നുമില്ല. ചെറിയ അടുക്കളയിൽ ഫാനൊക്കെ വയ്ക്കാം. ഇങ്ങനെ എടുത്തോ ഇട്ടായിരുന്നോ? പിന്നെ റൂടി ഇനി വിടും. ഓ അടിപൊളി. ഗൈസ് ഞാനിങ്ങനെ ചിക്കനൊക്കെ അരപ്പൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് അങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഞാൻ പിന്നെ യൂട്യൂബൊക്കെ നോക്കി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുവാണ്. അങ്ങനെ അരപ്പൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ. വീഡിയോയിൽ കണ്ടത് ഞാനിതൊരു 5-10 മിനിറ്റെങ്കിലും ഇതിങ്ങനെ അരപ്പൊക്കെ തേച്ച് ഇങ്ങനെ വെച്ചേക്കണം. അത് കഴിഞ്ഞ് പിന്നെ എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കി ചിക്കൻ കറി വയ്ക്കാം. അപ്പം എന്തായാലും ചെയ്യുന്നത് കാണിക്കാം. ഗൈസ് ചട്ടി ചൂടായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം. മതി. സത്യം പറഞ്ഞാൽ ചിക്കൻ കറി അങ്ങനെ 1-2 വട്ടം മുമ്പ് വെച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എന്നെ സഹായിക്കാൻ മാമിമാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. അവരൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ എങ്ങനെ വെക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കി. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് സവാളയൊക്കെ ഇതിലേക്ക് ഇടാം. സവാള ഒന്ന് എന്താ പറയാ ചുവന്ന കളർ, ഒരു മൂത്ത് വന്ന് ചുവന്ന കളർ ആവുന്നത് വരെ വഴറ്റാം. പെട്ടെന്ന് ഉണ്ടാക്കുവാണ് ഗൈസ്. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. ആയാലും ഇല്ലെങ്കിലും കഴിച്ചേ പറ്റത്തുള്ളൂ. സോ കഴിക്കാം. ഞാൻ ഇപ്പുറത്തെ ഇതിൽ ചീനി വെക്കുന്നുണ്ടേ. ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ചീനിയും കൂടെ സെറ്റാക്കുന്നുണ്ട്. ചീനി അവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഏതെങ്കിലും ഇച്ചിരി കൂടെ ഒന്ന് വേവാനുണ്ട്. അങ്ങനെ എന്താവും അറിയത്തില്ല. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടിയാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇത് കുറച്ചൊരു അടച്ചു വെച്ച് വേവിക്കാം. ഇത് ഞാൻ മാത്രമല്ല അവരെല്ലാവരും ചിക്കനൊക്കെ ഇങ്ങനെ ആൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ എന്താ പറയുക അരപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ചിക്കൻ വേവുന്നത് വരെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് തിളപ്പിക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടി. സത്യം പറഞ്ഞാൽ ഈ ചിക്കൻ കറി വയ്ക്കുന്ന കാര്യം സിമ്പിളാണെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കഴിച്ചിട്ട് പറയാം സിമ്പിളാണോ കൊള്ളാമോ എന്നൊക്കെ. ഞാൻ ചിക്കൻ പൊരിക്കാനും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും
ചിക്കൻ പൊരിക്കുന്നിടത്ത് നല്ല മണം വരുന്നുണ്ട്, പക്ഷെ കറിയുടെ അവിടെ വലിയ പ്രതീക്ഷ എനിക്കില്ല. കഴിച്ച് നോക്കിയിട്ട് അവിടെ ഉള്ളവർ പറയട്ടെ. കുളമായാലും തിന്നണം. ഗൈസ്, അങ്ങനെ ചിക്കൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ കഴിച്ച് കഴിഞ്ഞപ്പോഴേ ഓർത്തത് വീഡിയോ എടുത്തില്ലെന്ന്. വിശന്നിട്ട് ഞാൻ വന്നും കഴിക്കാനിരുന്നു. ചിക്കൻ കറിയൊക്കെ കുഴപ്പമില്ല, കൊള്ളാം.